ചന്ദ്ര വസ്ത്രങ്ങൾ മടക്കി ബാഗിൽ വെക്കാൻ തുടങ്ങി. രുദ്രൻ നമ്പൂതിരി നീറുന്ന മനസ്സുമായി മുറിയിലേക്ക് വന്നു. കാൽപെരുമാറ്റം കേട്ട് ചന്ദ്ര തിരിഞ്ഞു നോക്കി. സ്വർണക്കുട്ടി പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? രുദ്രൻ നമ്പൂതിരി ദുഃഖം ഘനീഭവിച്ച മുഖമുയർത്തി. 2 ദിവസത്തെ ലീവിന് വന്നതാ. ദിവസം എത്ര കഴിഞ്ഞു? മനക്കില് ഈ വല്യമ്മാവനും രാമനായരും മാത്രം. ശങ്കരൻ നമ്പൂതിരി ലേശം ദിവസത്തേക്കുണ്ടാവും. വല്യമ്മാവിന്റെ നിരാശയോടെയുള്ള വാക്കുകൾ കേട്ട് ചന്ദ്രയ്ക്ക് വിഷമം തോന്നി. ഞാൻ പഠിച്ച് വലിയ ഡോക്ടറാവണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് വല്യമ്മാവനല്ലേ? നീയ് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമത്തിൽ പറഞ്ഞതാണ്. നമ്മുടെ സ്വർണ്ണക്കുട്ടി പഠിച്ച് വലിയ ഡോക്ടർ ആവണം. കണ്ണു തുടച്ച് രുദ്രൻ നമ്പൂതിരി പൂമുഖത്തേക്ക് നടന്നു. സംഭാരം ചോദിച്ചിരുന്നല്ലോ. രുദ്രൻ നമ്പൂതിരി തിരിഞ്ഞു നോക്കി. ഓട്ടുഗ്ലാസിൽ സംഭാരവുമായി നിൽക്കുന്നു ശങ്കരൻ നമ്പൂതിരി. സംഭാരം ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് തിരികെ കൊടുത്ത് ചാരുകസേരയിലിരുന്ന് മുറ്റത്തേക്ക് നോക്കിയ രുദ്രൻ നമ്പൂതിരി രാമൻ നായരെ കണ്ടു. പറമ്പിൽ എങ്ങോ വീണ ഒരു നാളികേരവുമായി മുറ്റത്ത് വന്ന രാമൻ നായർ അത് ഒരിടത്തേക്ക് ഇട്ടിട്ട് പൂമുഖപ്പടിയോളം വന്നു. രാമൻ നായർക്ക് സംഭാരം ആവല്ലേ? ശങ്കരൻ നമ്പൂതിരി ചോദിച്ചു. വേണ്ട, ഇപ്പോ ഒരു കരിക്ക് വെട്ടി കുടിച്ചതേ ഉള്ളൂ. ശങ്കരൻ നമ്പൂതിരി അകത്തേക്ക് പോയി. തിരുമേനിയുടെ മുഖം ആടിയിരിക്കണല്ലോ. രാമൻ നായർ രുദ്രൻ നമ്പൂതിരിയെ നോക്കിയിട്ട് പറഞ്ഞു. ഒറ്റപ്പെടലിന്റെ വേദന തോന്നുന്നു. ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു ചന്ദ്ര. ആർക്കും വേണ്ടാത്ത പാഴ്വസ്തുവായി നാം മാത്രം ബാക്കി. രുദ്രൻ നമ്പൂതിരി കണ്ണു തടച്ചു. തിരുമേനി കരയാതിരിക്കുക, ഞാനുണ്ടല്ലോ എന്തിനും ഏതിനും. രാമൻ നായർ സമാധാനിപ്പിച്ചു. അതാണ് ഒരാശ്വാസം. എപ്പോഴും മനക്കിലുണ്ടാവണം ഒരു തുണയായിട്ട്. ഇനി മുതൽ പടിപ്പുരയിലെ മുറിയിൽ കിടക്കണ്ട, പൂമുഖത്തെ ചാരുമുറിയിൽ കിടന്നോളുണ്ടു. ആവൂ, ഇപ്പോഴാ സമാധാനായേ. ദമ്പതി രക്ഷസിനെയും പേടിച്ച് ആ പടിപ്പുരയിലെ മുറിയില് എത്ര ദിവസമായി ഉറങ്ങാതെ കിടക്കണു. അവർക്ക് പടിപ്പുരയല്ലല്ലോ ലക്ഷ്യം. ഇനി നമ്മൾ രണ്ടാളും ഒക്കെ കഴിഞ്ഞ് ഈ മനയുടെ അസ്ഥിവാരം തോണ്ടൽ. രുദ്രൻ നമ്പൂതിരിയുടെ വാക്കുകളിൽ ദുഃഖം നിറഞ്ഞിരുന്നു. മാധവൻ നായർ വന്നിട്ട് രക്ഷസുകളെ എത്രയും വേഗം ബന്ധിച്ചാൽ മതിയായിരുന്നു. അയാളുടെ സമാധാന വാക്കിലാ ഇപ്പോഴത്തെ ഇരിപ്പ്. രുദ്രൻ നമ്പൂതിരി ദീർഘനിശ്വാസം വിട്ടു. ബാഗുമായി ചന്ദ്ര പൂമുഖത്തേക്ക് വന്നു. അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു. രുദ്രൻ നമ്പൂതിരി എഴുന്നേറ്റ് മരുമകളുടെ കണ്ണുകൾ തുടച്ചു. സ്വർണക്കുട്ടി കരയരുത്. എപ്പോഴാ വണ്ടി? 9:30. രാമൻ നായരെ, നമ്മുടെ സ്വർണക്കുട്ടിയെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കുക, രുദ്രൻ നമ്പൂതിരി പറഞ്ഞു. മനയുടെ പടി ഇറങ്ങുന്നേരം രുദ്രൻ നമ്പൂതിരി ഓർമ്മിപ്പിച്ചു. വലതു കൈയിലെ മന്ത്രച്ചരട് അഴിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ചന്ദ്ര ശിരസിളക്കി. ചന്ദ്രയും രാമൻ നായരും കണ്ണിൽ നിന്നും മറയുവോളം രുദ്രൻ നമ്പൂതിരി നോക്കി നിന്നു. ബാംഗ്ലൂർ നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ മിഴി തുറന്നു. ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. റോഡ് വക്കത്തെ ഇരുമ്പ് ഗേറ്റിന് സമീപം ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. ചന്ദ്ര ഓട്ടോയിൽ നിന്നിറങ്ങി. സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് തുറന്നു കൊടുത്തു. കുറെ ദിവസമായല്ലോ കുട്ടിയെ കണ്ടിട്ട്, അയാൾ ചന്ദ്രയെ നോക്കി പറഞ്ഞു. നാട്ടിൽ പോയിരുന്നു. സുഖം തന്നെയല്ലേ കൃഷ്ണൻ നമ്പ്യാർക്ക്? ഓ, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോണു, അയാൾ ഗേറ്റ് അടച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദ്ര ഹോസ്റ്റലിലേക്ക് നടന്നു. വാച്ചിൽ നോക്കിയപ്പോൾ 8 മണി. 3 നിലയുള്ള വനിതാ ഹോസ്റ്റലാണ്. വിദ്യാർത്ഥിനികളും ഉദ്യോഗസ്ഥകളും താമസിക്കുന്ന ഹോസ്റ്റൽ. എല്ലാ നിലകളിലും വിളക്കുണ്ട്. ഹോസ്റ്റലിന്റെ മുറ്റത്ത് നിയോൺ ബൾബുകളാണ് കത്തുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഓഫീസ് മുറിയിൽ ചെന്നപ്പോൾ മേട്രനുണ്ട്. ഓ, ചന്ദ്ര വന്നല്ലോ. കറുത്തു മെലിഞ്ഞ മേട്രൻ മൂക്കത്തെ കണ്ണാട് നേരെ വെച്ച് എഴുന്നേറ്റു. തടിച്ച രജിസ്റ്റർ പകുത്ത് മലർത്തി നീട്ടിയിട്ട് മേട്രൻ ചോദിച്ചു. മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു അല്ലേ? എന്തു പറയാനാ, ഒരു ദുരിതപർവം. വല്ലാത്ത ക്ഷീണം. നാളെ കാണാം. ചന്ദ്ര രജിസ്റ്ററിൽ ഒപ്പുവെച്ച് മേട്രനെ നോക്കി. ചന്ദ്ര കോണിപ്പടികൾ കയറി. 117 നമ്പർ മുറി ചാരിയിട്ടേ ഉള്ളൂ. മേ ഐ കമ്മിങ്? കുസൃതിയോടെ വാതിൽപ്പാളിയിലൂടെ ഒളിഞ്ഞു നോക്കി ചോദിച്ചു. യെസ്, കമ്മിങ്. അകത്തു നിന്നും ശബ്ദം. വാതിൽ തുറന്ന് ചന്ദ്ര അകത്ത് കിടന്നു. ഹായ് ചന്ദ്ര! നിമ്മിയും നവിയും ഓടിയെത്തി.
ചന്ദ്രയോടൊപ്പം മെഡിസിന് പഠിക്കുന്നവരാണ് അവർ. 117 നമ്പർ മുറിയിൽ അവർ 3 പേരുമാണ് താമസം. അകത്ത് കിടക്ക വിരിച്ച 3 കട്ടിലുകൾ. ഞങ്ങൾ കേട്ടതൊക്കെ സത്യമാണോ? നിമ്മി ചോദിച്ചു. ബാഗ് കട്ടിലേക്ക് ഇട്ടിട്ട് ചന്ദ്ര കട്ടിൽമേലിരുന്നു. എന്തൊക്കെയാ കേട്ടത്? ചന്ദ്ര ചോദിച്ചു. ആക്സിഡന്റ് ആയതും കാറ് കത്തിയതുമൊക്കെ. നവ്യയും നിമ്മിയും ചന്ദ്രയുടെ 2 ഭാഗത്തും ഇരുന്നു. ചന്ദ്ര എഴുന്നേറ്റു. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ചന്ദ്ര ബാത്റൂമിൽ കയറി. കുറച്ചു സമയത്തിനകം കുളിയും കഴിഞ്ഞ് ഈറനായ തലമുടിത്തുമ്പ് തുവർത്തുമുണ്ടിൽ കശക്കി ചന്ദ്ര തിരിച്ചെത്തി. കസേര നീക്കി ഫാനിന്റെ ചോട്ടിലിരുന്നു. തലമുടി കാറ്റേറ്റുണങ്ങാൻ. ചന്ദ്രയുടെ കയ്യിൽ കെട്ടിയ ചരട് നിമ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതെന്താ നിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? അപ്പോഴാണ് നവ്യയും അത് കാണുന്നത്. മന്ത്രവാദി ജപിച്ച രക്ഷാചരടാണ്. അത് അഴിച്ചു കളയ പെണ്ണെ. മെഡിസിന് പഠിക്കുന്ന പെണ്ണാണത്രേ. കോളേജിൽ അറിയണ്ട. നവ്യ ദേഷ്യപ്പെട്ടു. നിങ്ങൾക്ക് പ്രേതപിശാചുകളിൽ വിശ്വാസമുണ്ടോ? ചന്ദ്ര അവരെ മാറി മാറി നോക്കി. പ്രേതത്തെ കിട്ടിയ പരലോകത്തെ വിശേഷം ചോദിച്ചറിയാം, നവ്യ പറഞ്ഞു. ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കളിയാക്കി ചിരിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ അനുഭവങ്ങൾ. ചന്ദ്രയുടെ കണ്ണു നിറഞ്ഞു. അവൾ വിവരിച്ചു. കാർ കത്തിയതും തൃക്കണാപുരം മനയിലെ അനർത്ഥങ്ങളും. കേട്ടിട്ട് പേടിയാവുന്നു. നിമ്മി ചെവി പൊത്തി. ഇതൊക്കെ മനസ്സിന്റെ തോന്നലാണ്. 20-ാം നൂറ്റാണ്ടിൽ ചിലവാകാത്ത സാധനം. നവ്യ കളിയാക്കി. നിനക്ക് തമാശ. അനുഭവിക്കുമ്പോഴേ അറിയൂ. ചന്ദ്ര ദേഷ്യപ്പെട്ടു. ചന്ദ്രേ, കുട്ടിക്കാലത്ത് കേട്ട യക്ഷിക്കഥകളും വളർന്ന സാഹചര്യവുമാണ് യഥാർത്ഥത്തിൽ നിന്നെ അന്ധവിശ്വാസിയാക്കിയത്, നവ്യ പറഞ്ഞു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ചന്ദ്ര ബെഡിൽ വന്ന് കിടന്നു. രാത്രി 10 മണിയും കഴിഞ്ഞു. ഹോസ്റ്റലിലെ ഓരോ മുറിയിലെയും വിളക്ക് അണയാൻ തുടങ്ങി. 117 നമ്പർ മുറിയിലെ വാതിലും അടഞ്ഞു. ചന്ദ്ര നേരത്തെ ഉറങ്ങിയിരുന്നു. നിമ്മിയും ഉറങ്ങാൻ കിടന്നു. നവ്യ ട്യൂബ് ലൈറ്റ് ഓഫാക്കി 0 ബൾബ് പ്രകാശിപ്പിച്ചു. നവ്യക്ക് ഉറക്കം വന്നില്ല. കുസൃതി പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ ഹീറോ ആയി നടന്നിരുന്നവളാണ് ചന്ദ്ര. നാട്ടിൽ പോയി തിരിച്ചു വന്നതോടെ ഒരു തരം മൂകത, കണ്ണുകളിൽ സദാ നേളിക്കുന്ന ഭയം. ഭൂതവും പ്രേതവും ഉണ്ടെന്ന് വിശ്വസിച്ച് ഏതോ ദുർമന്ത്രവാദി ജപിച്ചു കൊടുത്ത ചരട് നിധി കണക്കെയാണ് കെട്ടിയിരിക്കുന്നത്. കറുത്ത ചരടിന് ഒരു ശക്തിയുമില്ലെന്ന് കാണിച്ചു കൊടുക്കണം. നവ്യ ഓരോന്ന് ആലോചിച്ചു. ചന്ദ്രയുടെ കയ്യിലെ മന്ത്രച്ചരട് അഴിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പിലും കിടന്നു. ചെരിഞ്ഞു കിടന്ന് പുറത്തേക്ക് നോക്കി. നല്ല നിലാവ്. തുറന്നിട്ട ജനവാതിലിനും അപ്പുറം പൂർണ്ണ ചന്ദ്രബിംബം. ചുമരിലെ ക്ലോക്ക് ശബ്ദിച്ചു 12 തവണ. ചന്ദ്രയും നിമ്മിയും കൂർക്കം വലിച്ചുറങ്ങുകയാണ്. നവ്യ മെല്ലെ എഴുന്നേറ്റ് ട്യൂബ് ലൈറ്റ് തെളിയിച്ച് ചന്ദ്ര പൂർണ്ണ നിദ്രയിലാണെന്ന് ഉറപ്പുവരുത്തി. പതുക്കെ ചെന്ന് ചന്ദ്രയുടെ വലത് കൈയിൽ കെട്ടിയ ചരട് അഴിച്ചെടുത്തു. ജനവാതിലിനടുത്തേക്ക് വന്ന് ചരട് പുറത്തേക്കിട്ടു. അതിനുശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ട്യൂബ് ലൈറ്റ് ഓഫാക്കി കട്ടിലിൽ കയറി കിടന്നു. 117 നമ്പർ മുറി ഗാഠനിദ്രയിൽ. പെട്ടെന്ന് ചന്ദ്ര ഞെട്ടി ഉണർന്നു. ദുസ്വപ്നം കണ്ട് ഭയപ്പെട്ടതുപോലെ അവൾ എഴുന്നേറ്റിരുന്നു. ഈശ്വര! ചന്ദ്ര നെഞ്ചത്ത് കൈവച്ച് കിതച്ചു. കൂട്ടുകാരികളെ നോക്കി. അവർ ഉറങ്ങുകയാണ്. മുറിയുടെ അടഞ്ഞ വാതിലിന് അനക്കം കേട്ട് ചന്ദ്ര അങ്ങോട്ട് നോക്കിയതും ഞെട്ടിവിറച്ചു. വാതിൽപ്പാളികൾ ആരോ തള്ളുന്നു. കൊളുത്ത് തനിയെ ഉയർന്നു താഴുന്നു. ഭയന്ന് വിറച്ച ചന്ദ്രയ്ക്ക് ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ കിടുകിടാ വിറച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കൊളുത്ത് നീങ്ങി വാതിൽ മലർക്കെ തുറന്നു. അകത്തേക്ക് കടക്കാതെ തൂവെള്ള സാരിയും ബ്ലൗസും ധരിച്ച ഒരു യുവതി ഉഗ്രഭാവത്തിൽ നിൽക്കുന്നു. ആരാ? ചന്ദ്ര ഇടറുന്ന കണ്ടത്തോടെ ചോദിച്ചു. മഹേശ്വരൻ നമ്പൂതിരിയുടെ ജാതകം കഴിഞ്ഞു. ഇനി നിന്റെ ജാതകം. അവൾ മന്ദഹസിച്ചപ്പോൾ കൂർത്ത പല്ലുകൾ കണ്ട ചന്ദ്ര അലറിക്കരഞ്ഞു. നവ്യയും നിമ്മിയും ഞെട്ടിയുണർന്നു. അടുത്ത നിമിഷം അവൾ അപ്രത്യക്ഷയായി. നവ്യയും നിമ്മിയും കണ്ടത് കിടക്കയിലിരുന്ന് കാതുകളിൽ അമർത്തി പിടിച്ച് 2 കണ്ണും ഇറുക്കി ചിമ്മിക്കരയുന്ന ചന്ദ്രയാണ്. ചന്ദ്രേ, എന്തുപറ്റി? അവർ ചന്ദ്രയുടെ അടുത്തെത്തി. ചന്ദ്ര മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ശരീരം വിറകൊണ്ടിരുന്നു. ചന്ദ്രയുടെ കണ്ണുകൾ ചെന്നിടത്തേക്ക് അവർ നോക്കി. ആരാ വാതിൽ തുറന്നത്? ഞാനിത് അടച്ചിട്ടാണല്ലോ ഉറങ്ങാൻ കിടന്നത്. നവ്യ സംശയത്തോടെ വാതിലടച്ച് ട്യൂബ് ലൈറ്റ് ഇട്ടു.
ഞാൻ അധികം ജീവിച്ചിരിക്കില്ല. ചെറിയമ്മാവനെ കൊന്നതുപോലെ അവളുടെ അടുത്തീരാ ഞാനാണ്. ചന്ദ്ര ഭയന്ന് വിറച്ച് പറഞ്ഞു. ആരുടെ കാര്യമാ നീ പറയുന്നത്? നവ്യ ചോദിച്ചു. ദമ്പതി രക്ഷസിന്റെ. അവൾ എവിടെയും വന്നു, കൊളുത്ത് നീക്കി വാതിൽ തുറന്ന്. നീയല്ലേ പറഞ്ഞത് മന്ത്രച്ചാരനുണ്ടെങ്കിൽ രക്ഷസ് ഉപദ്രവിക്കില്ലെന്ന്? നിമ്മി സംശയത്തോടെ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി. അതെ, അത് ശരിയാണ്. പക്ഷേ ചന്ദ്ര വലതുകൈ ഉയർത്തി നോക്കി. അയ്യോ, ചരട് കാണുന്നില്ലല്ലോ. അവൾ പരിഭ്രമത്തോടെ ചാടി എണീറ്റു. എവിടെ എന്റെ മന്ത്രച്ചരട്? ചന്ദ്ര നിയന്ത്രണം വിട്ട് ഭ്രാന്തിയെ പോലെ പുലമ്പി. അപ്പോഴേക്കും അടുത്ത മുറിയുള്ളവർ വാതിലിൽ മുട്ടി വിളിച്ചു. എന്താണ് അവിടെ? വാതിൽ തുറക്ക്. നവ്യ വാതിൽ തുറന്നു. എന്തേ ഇവിടെ കരച്ചിലും ബഹളവും? ആഡിയോ പാർവതി ചോദിച്ചു. ഞങ്ങൾക്കും അറിയില്ല മാഡം. ഉണർന്നു നോക്കുമ്പോ ചന്ദ്ര കരയുന്നതാണ് കണ്ടത്. വാതിൽ തുറന്ന് ഇവളെ രക്ഷസ് പിടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നു, നിമ്മി പറഞ്ഞു. എന്റെ കയ്യിലെ മന്ത്രച്ചരട് നഷ്ടപ്പെട്ടു. ചന്ദ്ര കരയാൻ തുടങ്ങി. ഏത് ചരട്? ആഡിയോ ഒന്നും മനസ്സിലാവാതെ നവ്യയെ നോക്കി. ഏതോ ദുർമന്ത്രവാദി ജപിച്ചു കൊടുത്ത ചരട്. അന്ധവിശ്വാസം. ഞാനത് അഴിച്ചെടുത്ത് പുറത്തു കളഞ്ഞു. ചന്ദ്ര നവ്യയെ തുറച്ചു നോക്കി. പിന്നെ ഭ്രാന്തമായ ആവേശത്തോടെ അവളെ പിടിച്ചുലച്ച് അലറി. നീ നീ എന്റെ മന്ത്രച്ചരട് അഴിച്ചെടുത്തൂലേ? മര്യാദയ്ക്ക് എടുത്തതാ, അല്ലെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. ചന്ദ്രേ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ഒന്നും കേക്കണ്ട, എനിക്ക് എന്റെ ചരട് വേണം. മുറിയിലുള്ളവർ ചന്ദ്രയെ പിടിച്ചു മാറ്റി. അവളുടെ മനസ്സിന്റെ സമനില തെറ്റിയതുപോലെ, ഏതോ ശക്തിക്ക് അടിമപ്പെട്ടവളെ പോലെ ചന്ദ്ര നവ്യയെ ദഹിപ്പിക്കും വിധം നോക്കി. വരൂ, നമുക്ക് തിരയാം. നവ്യ പുറത്തേക്ക് കടന്നു. ഹോസ്റ്റലിലെ വിളക്കുകൾ തെളിഞ്ഞു. നവ്യയും 2-3 പേരും ടോർച്ചുമായി താഴേക്കിറങ്ങി. സെക്കൻഡ് ഫ്ലോറിന്റെ താഴേക്കിറങ്ങി. അവർ ജനവാതിലിന്റെ നേരെ ചുവട്ടിൽ പരതി. ആവൂ, ഇതാ കിടക്കുന്നു അവളുടെ ജീവൻ. നവ്യ ചരട് കണ്ടെടുത്തു. ഇത് കിട്ടിയില്ലെങ്കിൽ ചന്ദ്ര നിന്നെ സൂപ്പ് വെച്ച് കുടിച്ചേനെ, ഒരു പെൺകുട്ടി പറഞ്ഞു. ചരടുമായി എത്തിയ നവ്യയുടെ നേർക്ക് ചന്ദ്ര കൈനീട്ടി. ഇത് കെട്ടാഞ്ഞിട്ട് ദമ്പതി രക്ഷസ് നിന്നെ പെണ്ണു കാണാൻ വരണ്ട. നവ്യ പരിഭവിച്ചു. ഇനി അടങ്ങി ഒതുങ്ങി കിടന്നോണം. ആഡിയോ 3 പേരെയും നോക്കി. നവ്യ മുറിയുടെ വാതിലടച്ച് കൊളുത്തിട്ടു. എന്താ മോളെ നിനക്ക് പറ്റിയത്? നവ്യ ചന്ദ്രയുടെ നെറുകയിൽ തലോടി. മനയിലും ഇവിടെയും രക്ഷസിന്റെ ഉപദ്രവം. മനസ്സിന് ഒരു സമാധാനവുമില്ല. നീ എന്തിനാ ചരട് അഴിച്ചു മാറ്റിയേ? ചന്ദ്ര നവ്യയുടെ നേർക്ക് മുഖമുയർത്തി. അല്ലെങ്കിലും കുറച്ചു ദിവസമായിട്ട് നവ്യക്ക് അല്പം കൂടുതലാ, നിമ്മി പരിഭവിച്ചു. ചന്ദ്ര സോറി, ഐ എം റിയലി സോറി. വെറുതെ ഒരു തമാശയ്ക്ക്. നിങ്ങൾക്കറിയുമോ, ജീവിതത്തിനും മരണത്തിനിടയിലാണ് ഞാനിപ്പോ. എന്നെ രക്ഷിക്കാൻ ഈശ്വരന് മാത്രമേ കഴിയൂ. ആത്മഹത്യാ ചിന്ത പോലും നാമ്പെടുക്കുന്നു. നവ്യയും നിമ്മിയും അമ്പരപ്പോടെ മുഖത്തോട് മുഖം നോക്കി. നവ്യ, ഞാനൊരു കാര്യം പറയട്ടെ? നിമ്മി നവ്യയുടെ നേർക്ക് തിരിഞ്ഞു. പറയടി. നമുക്ക് ആ പഴയ ചന്ദ്രയെ വേണം, നമ്മുടെ കുസൃതി കുടുക്കയെ. അതിനുവേണ്ടി എന്തു ത്യാഗത്തിനും ഞാൻ ഒരുക്കമാണ്. ചന്ദ്രയും കൂടി കേൾക്കണം. ദമ്പതി രക്ഷസിനെ ബന്ധിക്കും വരെ ചന്ദ്ര മനയിൽ തന്നെ ഉണ്ടാവണം. നാളെ തന്നെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. അവിടെയും പ്രശ്നമാണ്, ചന്ദ്ര പറഞ്ഞു. ഇവിടെയും പ്രശ്നമാണല്ലോ. നവ്യ ചന്ദ്രയോടൊപ്പം പോകണം. ഒക്കെ കലങ്ങി തെളിഞ്ഞ് 2 പേരും തിരിച്ചെത്തണം. സമ്മതിച്ചിരിക്കുന്നു മോളെ നിന്റെ സൈക്കോളജി. ഞാൻ റെഡി. ഇവളുടെ ദമ്പതി രക്ഷസുകളെ കണ്ട് എനിക്ക് 2 ചോദിക്കാനുണ്ട്. നവ്യ ആഹ്ലാദിച്ചു. എന്താ, പ്രശ്നങ്ങളൊക്കെ തീരും വരെ നാട്ടിൽ നിൽക്കരുതോ? നിമ്മി ചോദിച്ചു. പിറ്റേ ദിവസം രാവിലെ ചന്ദ്ര നാട്ടിലേക്ക് മടങ്ങി. ഒപ്പം നവ്യയും ഉണ്ടായിരുന്നു. കേരളത്തിന്റെ പരിച്ഛേദം. തൃക്കണ്ണാപുരം ഗ്രാമം നവ്യക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഭാരതപ്പുഴയും അതിന്റെ ഇരുകരകളും, ടാർ ചെയ്യാത്ത റോഡുകളും ഒക്കെ. ടൗണിലും ഫ്ലാറ്റിലും ജീവിക്കുന്ന നിനക്ക് ഗ്രാമത്തിലെ ശുദ്ധവായുവും പ്രകൃതി ഭംഗിയും പുതിയൊരു അനുഭവമായിരിക്കും, ചന്ദ്ര പറഞ്ഞു. തീർച്ചയായും. തൃക്കണാപുരം മനയുടെ പടിപ്പുര കടന്ന് അവർ മുറ്റത്തെത്തി. 8 കെട്ടും ഇടക്കെട്ടുമുള്ള മന നവ്യയെ അത്ഭുതപ്പെടുത്തി. ഹൗ ബ്യൂട്ടിഫുൾ! നോവലിലും സിനിമയിലുമൊക്കെ ഇത്തരം മനകൾ കണ്ടിട്ടുള്ളൂ. ചന്ദ്രകുഞ്ഞല്ലേ ഇത്? ശബ്ദം കേട്ട് ചന്ദ്രയും നവ്യയും തിരിഞ്ഞു നോക്കി. രാമൻ നായർ. നവ്യയെ, ഇത് രാമൻ നായർ, മനക്കിലെ കാര്യസ്ഥനാ. ചന്ദ്ര പരിചയപ്പെടുത്തി. രാമൻ നായർ പൂമുഖത്തേക്ക് ഓടിച്ചെന്നു. വലിയ തിരുമേനി, ചന്ദ്രകുഞ്ഞു വന്നു.
പൂമുഖവാതിൽ തുറന്ന് രുദ്രൻ നമ്പൂതിരി പുറത്തിറങ്ങുമ്പോൾ ചന്ദ്രയും നവ്യയും പൂമുഖത്തേക്ക് കയറുകയായിരുന്നു. സ്വർണക്കുട്ടിയെ, എന്തു പറ്റി? അങ്ങനെ ചോദിച്ച് രുദ്രൻ നമ്പൂതിരി നവ്യയെയും നോക്കി. അവിടെയും ദമ്പതി രക്ഷസ് വന്നു. ഈശ്വരാ! രുദ്രൻ നമ്പൂതിരി നെഞ്ചത്ത് കൈവച്ചു. ഇനി വേർപാട് കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് മനസ്സ് സമാധാനിച്ചിട്ടേ പോകുന്നുള്ളൂ. നന്നായി, ഒക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ. ഈ കുട്ടി ആരാ? രുദ്രൻ നമ്പൂതിരി ചോദിച്ചു. നവ്യ, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ. ഇവളും കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും. ഇത് ആരാണെന്ന ചോദ്യഭാവത്തിൽ നവ്യ ചന്ദ്രയെ നോക്കി. വല്യമ്മാവനാ രുദ്രൻ നമ്പൂതിരി. നവ്യ രുദ്രൻ നമ്പൂതിരിയെ തൊഴുതു. മോളെ, ഈ കുട്ടിക്ക് കെട്ടാൻ ചരടില്ലാലോ? രുദ്രൻ നമ്പൂതിരി പരിഭ്രമിച്ചു. എനിക്ക് ചരടൊന്നും വേണ്ട, അതിലൊന്നും വിശ്വാസവുമില്ല. നവ്യ പറഞ്ഞത് രുദ്രൻ നമ്പൂതിരി അമ്പരപ്പോടെയാണ് കേട്ടത്. മനസ്സുറപ്പുണ്ടായ മതി, എന്നാലും സൂക്ഷിക്കണം. ഒറ്റയ്ക്കൊന്നും നടക്കരുത്. ഇവിടെ ചുറ്റും മരണത്തിന്റെ കാലൊച്ചയാണ് കുട്ടി. രുദ്രൻ നമ്പൂതിരി ദീർഘനിശ്വാസം വിട്ടു. ചന്ദ്രയും നവ്യയും അകത്തേക്ക് കയറിപ്പോയി. ഇവിടെ ആരൊക്കെയുണ്ട്? നവ്യ ചോദിച്ചു. വല്യമ്മാവനും രാമൻ നായരും, പിന്നെ കുശിനിയിൽ കുറച്ചു ദിവസം സഹായിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്, ശങ്കരൻ നമ്പൂതിരി. ഇപ്പോ നീയും ഞാനും വന്നു. അവർ ഒരു മുറിയുടെ അടഞ്ഞ വാതിലിന് മുമ്പിലെത്തി. ഇത് നമ്മുടെ മുറി. ചന്ദ്ര വാതിൽ തള്ളി തുറന്നു. അവർ അകത്ത് കടന്നു. 2 ബെഡുള്ള മനോഹരമായ ഒരു മുറി. നിലത്ത് വെച്ച കളിമണ്ണിന്റെ 6 അടി ഉയരമുള്ള ശില്പം കണ്ട് നവ്യ മന്ദഹസിച്ചു. ശില്പിയുടെ കരവിരുതേ, അവൾ പറഞ്ഞു. മനയിൽ 500 വർഷം മുമ്പുണ്ടായിരുന്ന നമ്പൂതിരിയാണ് ശില്പി. മനയിലെ തന്നെ ഒരു അന്തർജനത്തെ കളിമണ്ണിൽ ഉണ്ടാക്കിയതാണ്. 3-ാം നിലയുടെ മുകളില് അദ്ദേഹം വരച്ച ചിത്രങ്ങളുമുണ്ട്, ചന്ദ്ര പറഞ്ഞു. കണ്ടിട്ട് ശില്പം പൂർണ്ണമല്ല. നിനക്ക് മന ചുറ്റി നടന്ന് കാണണമെന്ന് പറഞ്ഞല്ലോ, യഥേഷ്ടം കണ്ടോളൂ. ഞാൻ ശങ്കരൻ നമ്പൂതിരിയോട് ഉച്ചഭക്ഷണത്തിന് 2 ആൾ കൂടി ഉണ്ടെന്ന് പറയട്ടെ. ചന്ദ്ര മുറിയിൽ നിന്നും പോയി. നവ്യ മനയുടെ ഇടനാഴികയിലൂടെ സഞ്ചരിച്ചു. എങ്ങും കനത്ത നിശബ്ദത. പാദചലനം പോലും ശബ്ദമുണ്ടാക്കുന്നു. മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറി. ജനവാതിൽ തുറന്നപ്പോൾ വെളിച്ചം അകത്തേക്ക് അരിച്ചു കയറി. മനുഷ്യഗന്ധമില്ലാത്ത 2-ാം നില. അങ്ങിങ്ങ് മാറാല കെട്ടിയിരിക്കുന്നു. 3-ാം നിലയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എന്തോ ശബ്ദം കേട്ടു. നവ്യ താഴെ ഇറങ്ങി. ശബ്ദം കേട്ട ദിക്കിലേക്ക് നോക്കി. പഴകി പൊടി പിടിച്ച ആട്ടുകട്ടിൽ സ്വയം ആടുന്നു. അതിന്റെ അസുഖകര ശബ്ദമാണ് കേട്ടത്. നവ്യയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. കണ്ണുകളിൽ ഭയത്തിന്റെ വേലിയേറ്റം. നെഞ്ചകത്ത് നേരിയ ഭയം. നിന്നിടത്തു നിന്നും അനങ്ങാൻ കഴിയാത്ത അവസ്ഥ. തനിയെ ആടുന്ന ആട്ടുകെട്ടിലിന് നേരെ നവ്യ ഇമ വെട്ടാതെ നോക്കി നിന്നു. ജനവാതിൽപ്പാളികൾ ഉഗ്ര ശബ്ദത്തിൽ വാതിൽ അടഞ്ഞ നേരം അവളൊന്ന് ഞെട്ടി. ജനവാതിൽ അടഞ്ഞതോടെ അവിടെ ആകെ ഇരുട്ടായി. അടുത്ത നിമിഷം ലൈറ്റുകൾ തെളിഞ്ഞു. നവ്യക്ക് അത്ഭുതം തോന്നി. ആവൂ, സമാധാനായി. പുരുഷ ശബ്ദം കേട്ട് നവ്യ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ നിൽക്കുന്നു ഒരാൾ, കയ്യിൽ വായ്മുഖം കെട്ടിയ ഭരണിയുമായി. എന്താ, ഭയന്നോ? അയാൾ ചോദിച്ചു. ഉവ്, നവ്യ തെല്ല് പരിഭ്രമത്തോടെ പറഞ്ഞു. പേടിക്കണം, പ്രത്യേകിച്ച് 2-ാം നിലയിലും 3-ാം നിലയിലും കയറുമ്പോ. ദമ്പതി രക്ഷസ് താവളമാക്കിയ മനയാണേ. നിങ്ങളാരാ? അയാൾ ചിരിച്ചു. പിന്നെ പറഞ്ഞു. ശങ്കരൻ നമ്പൂതിരി, ദഹനക്കാരനാ. ഭക്ഷണം പാകം ചെയ്യാൻ കുറച്ചു ദിവസത്തേക്ക് ശങ്കരൻ നമ്പൂതിരി ഉണ്ടെന്ന് ചന്ദ്ര പറഞ്ഞ കാര്യം ഓർത്തു. നവ്യ, അതല്ലേ പേര്? അതെ, ചന്ദ്രകുഞ്ഞ് പറഞ്ഞു. ഈ സഹപാഠിയുടെ കാര്യം? ഞാൻ ഇവിടെ കയറിയപ്പോ ശങ്കരൻ നമ്പൂതിരിയെ കണ്ടില്ലല്ലോ. അവൾ സംശയിച്ചു. കുട്ടി ശ്രദ്ധിക്കാത്തോണ്ടാവും. കടുമാങ്ങ ഭരണി എടുക്കാൻ വന്നതാ. പെട്ടെന്ന് കറണ്ട് പോയി. ഇപ്പോഴാ വന്നത്. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അയാൾ ചുമരിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. അതാണ് സ്വിച്ച്. താഴേക്ക് ഇറങ്ങുമ്പോ ലൈറ്റ് ഓഫ് ചെയ്ത് വന്നോളൂ. ശങ്കരൻ നമ്പൂതിരി കോണിപ്പടികൾ ഇറങ്ങി. അവിടെ നിൽക്കാൻ നവ്യ ഭയപ്പെട്ടു. ശങ്കരൻ നമ്പൂതിരിയെ കണ്ടത് പിറകിലാണ്. അപ്പോൾ ആട്ടുകെട്ടിൽ ആട്ടിയത് ആരാണ്? മനയിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന് ഓർത്തപ്പോൾ നവ്യക്ക് അടിമുടി പെരുത്തു. ലൈറ്റ് ഓഫ് ചെയ്യാൻ സ്വിച്ച് ബോർഡിന്റെ അടുത്തെത്തിയ നവ്യ അമ്പരന്നു. സ്വിച്ചുകളൊക്കെ ഓഫായ നിലയിലാണ്. പിന്നെ എങ്ങനെയാണ് ഇവ കത്തിയത്? ബോർഡിൽ 4 സ്വിച്ചുകളാണ് ഉണ്ടായിരുന്നത്. 4ഉം ഓൺ ചെയ്ത് നോക്കി. എവിടെയെങ്കിലും പുതിയ ലൈറ്റ് പ്രകാശിക്കുകയോ
കത്തിയ ലൈറ്റുകൾ അണയുകയോ ചെയ്തില്ല. വേഗം താഴേക്കിറങ്ങി. കോണിപ്പടിയിൽ നിന്ന് നവ്യ മുകളിലേക്ക് നോക്കി. പെട്ടെന്ന് മുകളിലെ ലൈറ്റ് അണഞ്ഞു. നവ്യയുടെ ഉള്ളം കാളി. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രയെ കണ്ടു. നല്ല കക്ഷിയാ, എവിടെയായിരുന്നു? ചന്ദ്ര ചോദിച്ചു. ഞാൻ മനയിലെ നിഗൂഢതകൾ തെരഞ്ഞു നടന്നു. തട്ടിൻപുറത്ത് സംഭവിച്ചത് ഉള്ളിൽ ഒതുക്കിയിട്ട് നവ്യ പറഞ്ഞു. എന്നിട്ട് നിരീശ്വരവാദിക്ക് വല്ലതും കണ്ടെത്താനായോ? നവ്യ അർത്ഥം വെച്ച് മൂളി. ചന്ദ്രയും നവ്യയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി. പിന്നെ പൂന്തോപ്പിലേക്ക്. അപ്പോഴവിടെ ചെടി പരിപാലിക്കുന്ന രാമൻ നായരുണ്ടായിരുന്നു. ചെടിയിലൊക്കെ നിറച്ച് ചാഴിയാ, കണ്ടില്ലേ മുല്ലവള്ളിയുടെ ഒരു നിൽപ്പ്? രാമൻ നായർ ചന്ദ്രയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു. രാമൻ നായര് പരിപാലിക്കുന്നതിന്റെ കുഴപ്പമാ. കുറ്റെനിക്കായോ? രാമൻ നായർ പെറുപെറുത്തു. നവ്യയും ചന്ദ്രയും പൂന്തോപ്പിലെ സിമന്റ് ബെഞ്ചിലിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ? നവ്യ ചന്ദ്രയുടെ നേർക്ക് തിരിഞ്ഞു. ചന്ദ്ര നവ്യയെ നോക്കി. പറയ്. മനയിൽ അപമൃത്യു നടന്നിട്ടുണ്ടോ? അറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ടുമില്ല. ദമ്പതി രക്ഷസ് ആരായിരിക്കും? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെ. പുരുഷനും ഒരു സ്ത്രീയുമാണ് ഈ രക്ഷസുകൾ. പല രൂപത്തിലും ഭാവത്തിലും അവർ വരും. നവ്യയുടെ മനസ്സ് അസ്വസ്ഥമായി. അവർ തിരികെ മനയിലേക്ക് നടന്നു. രുദ്രൻ നമ്പൂതിരിയോടൊപ്പമാണ് ചന്ദ്രയും നവ്യയും ഉച്ചയൂണിരുന്നത്. തൂശനിലയിൽ ശങ്കരൻ നമ്പൂതിരി വിളമ്പിയ ചോറും കറികളും നവ്യയ്ക്ക് ഏറെ ഇഷ്ടമായി. ഇവിടുത്തെ ചോറും കറികളും കുട്ടിക്ക് ബോധിച്ചോ? രുദ്രൻ നമ്പൂതിരി നവ്യയുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു. അസലായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒന്നും ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, നവ്യ പറഞ്ഞു. വേനൽക്കാലത്ത് ഭാരതപ്പുഴയിൽ ഉണ്ടാക്കണ പച്ചക്കറികളാ ഇംഗ്ലീഷ് വളം തീണ്ടാത്തത്. അതിന്റെ മേന്മ രുചിയിലുണ്ട്. ഡൈനിങ് റൂമിലേക്ക് വന്ന ശങ്കരൻ നമ്പൂതിരി രസത്തിന്റെ പാത്രം ടേബിളിൽ വെച്ചു. നവ്യ ശങ്കരൻ നമ്പൂതിരിയെ സൂക്ഷിച്ചു നോക്കി. ഒന്നാന്തര രസം, ശങ്കരൻ നമ്പൂതിരി നവ്യയെ നോക്കി പറഞ്ഞു. മറ്റതെവിടെ? നവ്യ ചോദിച്ചു. മറ്റതോ? അതെന്താ? ശങ്കരൻ നമ്പൂതിരി സംശയിച്ചു. കടുമാങ്ങ. കഴിഞ്ഞ വേനൽക്ക് മാവുകളൊന്നും പൂത്തില്ല, അതുകൊണ്ട് ഇത്തവണ കടുമാങ്ങ ഉണ്ടാക്കിയിട്ടില്ല, മറുപടി പറഞ്ഞത് രുദ്ര നമ്പൂതിരിയാണ്. രണ്ടാം നിലയിൽ വെച്ച് കടുമാങ്ങ ഭരണിയുമായി ശങ്കരൻ നമ്പൂതിരിയെ ഞാൻ കണ്ടല്ലോ. നവ്യ ശങ്കരൻ നമ്പൂതിരിയെ നോക്കി. നാം രണ്ടാം നിലയിൽ വെച്ച് കുട്ടിയെ കണ്ടെന്നോ? അസംബന്ധം പറയാതിരിക്കുക. ശങ്കരൻ നമ്പൂതിരി കൈയൊഴിഞ്ഞു. ലൈറ്റ് പോയതും പിന്നെ വന്നതും എന്നെ പരിചയപ്പെട്ടതും ഒക്കെ മറന്നോ? നവ്യേ, നീ എന്തൊക്കെയാണ് പിച്ചും പേയും പറയണത്? ചന്ദ്ര നവ്യയെ നോക്കി നെറ്റിച്ചുളിച്ചു. കുട്ടി, ഈ മനയുടെ മുകളിലേക്കുള്ള കോണിയുടെ ഒരു പടി പോലും കയറാത്തവനാ ഈ ശങ്കരൻ നമ്പൂതിരി. അയാൾ ഉള്ളു തുറന്നതോടെ നവ്യക്ക് സംശയം ഇരട്ടിയായി. രണ്ടാം നിലേന്റെ മുകളിൽ വെച്ച് കുട്ടി ആരെയാ കണ്ടേ? രുദ്രൻ നമ്പൂതിരി ആകാംക്ഷാഭരിതനായി. അത് നവ്യ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് നിന്ന് നോക്കി. പിന്നെ രുദ്രൻ നമ്പൂതിരിയുടെ നേരെ മുഖമുയർത്തി രണ്ടാം നിലയിൽ കണ്ടതും കേട്ടതും വിവരിച്ചു. രണ്ടാം നിലയുടെ മുകളിൽ കറണ്ട് കട്ടാക്കിയിട്ട് 2 വർഷം കഴിഞ്ഞല്ലോ. ചന്ദ്ര നവ്യയെ നോക്കി അത്ഭുതത്തോടെ പറഞ്ഞു. കേട്ടപ്പോൾ നവ്യയ്ക്കും നടുക്കമുണ്ടായി. രുദ്രൻ നമ്പൂതിരിയുടെ മുഖത്ത് വിയർപ്പുകണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അതവനാ, ദമ്പതി രക്ഷസുകളിലെ പുരുഷൻ. രുദ്രൻ നമ്പൂതിരിയുടെ ഖണ്ഡമിടറി. മൈ ഗോഡ്, നവ്യ അറിയാതെ വിളിച്ചുപോയി. പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. എഴുന്നേറ്റ് വാഷ് ബേസിനടുത്തേക്ക് നടന്നു. മോളെ ചന്ദ്രേ. രുദ്രൻ നമ്പൂതിരി ചന്ദ്രയെ നോക്കിയിട്ട് ഭയവിഹുലതയോടെ തുടർന്നു. ആ കുട്ടിയുടെ നേരെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണം. എന്തിനായിട്ടാ അത് മനയിൽ വന്നതെന്ന് ആർക്കറിയാം? ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്യമ്മാവ. ചന്ദ്ര പറഞ്ഞു. മന്ത്രച്ചരട് കെട്ടാത്ത കുട്ടിയാ. ഈ മനക്കിൽ വെച്ച് അതിന് വല്ലതും പറ്റിച്ചാ നമ്മളാ ഉത്തരം പറയേണ്ടത്. രുദ്രൻ നമ്പൂതിരി നവ്യയുടെ കാര്യത്തിൽ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അന്ന് രാത്രി ചന്ദ്രയും നവ്യയും ഒരു മുറിയിലാണ് ഉറങ്ങാൻ കിടന്നത്. ഇത് തൃക്കണ്ണാപുരം മനയല്ല, മാതൃക കൊട്ടാരമാ, നവ്യ ആരോടുമില്ലാതെ പറഞ്ഞു. നിനക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ? ചന്ദ്ര ചോദിച്ചു. ഏയ്, ഇവിടെ വന്നതോടെ ഞാൻ ഒരു അന്ധവിശ്വാസി ആയോന്ന് ഒരു സംശയം. ഏതായാലും നിന്റെ മാതൃകൻ ദമ്പതി രക്ഷസിനെ തളയ്ക്കുന്നത് കണ്ടിട്ടേ മടക്കമുള്ളൂ. നിന്റെ കുസൃതിയും വികൃതിയും ദമ്പതി രക്ഷസുകളോട് വേണ്ട. ചന്ദ്ര കിടക്കിൽ നിന്ന് പുതപ്പ് ശരീരത്തിലേക്ക് വലിച്ചു കയറ്റി. നവ്യയ്ക്ക് ഉറക്കം വന്നില്ല. മുറിയിൽ നല്ല ഉഷ്ണം.
ഫാനിന്റെ തലങ്ങൾക്ക് വേഗത പോരെന്ന് തോന്നി വേഗത കൂട്ടി. അപ്പോഴേക്കും ചന്ദ്ര നല്ല ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അവളുടെ അടുത്ത് ചെന്നിരുന്ന നവ്യ ചന്ദ്രയുടെ നെറുകിൽ തലോടി മന്ത്രിച്ചു. പാവം. ഭിത്തിയിലെ ക്ലോക്ക് ശബ്ദിച്ചപ്പോൾ മുഖമുയർത്തി നോക്കി. രാത്രി 12 മണി. 11 മണിയോടെ കൂർക്കം വലിച്ചുറങ്ങുന്നതാ. ഇന്ന് ഉറക്കം വരുന്നില്ല. ഒരുപക്ഷെ സ്ഥലം മാറി കിടക്കുന്നത് കൊണ്ടാവാം. നവ്യ എഴുന്നേറ്റ് ജനവാതിലിന്റെ പാളികൾ തുറന്നു. ജനൽ കർട്ടൻ വകഞ്ഞു മാറ്റി പുറത്തേക്ക് കണ്ണോടിച്ചു. നല്ല നിലാവ്, ചീവീടുകളുടെ നിലയ്ക്കാത്ത ശബ്ദം. അവിടെ നിന്നാൽ മനയിലെ വടക്കേമുറ്റവും പറമ്പും കാണാം. കവുങ്ങും തെങ്ങും നിറഞ്ഞ പറമ്പ്. പഴുത്ത ചക്കയുടെ ഗന്ധം കാറ്റിൽ ഒഴുകിയെത്തി. നല്ല വരിക്കച്ചക്കയുടെ നറുഗന്ധം. ജനൽപ്പാളികൾ അടയ്ക്കാതെ കർട്ടൻ നീക്കിയിട്ട് നവ്യ കട്ടിലിൽ വന്ന് കിടന്നു. അപ്പോഴും ഉറക്കം വന്നില്ല. കാലൻ കോഴിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ജനവാതിൽ കർട്ടനിലേക്ക് കണ്ണു വായിച്ചു. ജനവാതിലിനും അപ്പുറം ആരുടെയോ നിഴൽ. നവ്യ അതേ കിടപ്പിൽ സൂക്ഷിച്ചു നോക്കി. അത് ഒരു സ്ത്രീയുടെ രൂപമാണ്. ജനവാതിലിനടുത്ത് ഏതോ സ്ത്രീ മുറിയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ആരാ? നവ്യ ചോദിച്ചു. ഇത് ഞാനാ. അപ്പുറത്തു നിന്നും സ്ത്രീ ശബ്ദം. നവ്യ എഴുന്നേറ്റിരുന്ന് ചന്ദ്രയെ നോക്കി. വിളിക്കണോ എന്ന് സംശയിച്ചു. വേണ്ട, അവൾ ഉണർന്നാൽ ആകെ ബഹളമാവും. അപ്പുറത്തു നിന്നിരുന്ന സ്ത്രീ ജനവാതിൽ കർട്ടൻ വകഞ്ഞു മാറ്റി. ജനവാതിലിന്റെ അഴികൾക്കും അപ്പുറം സുന്ദരിയായ ഒരു യുവതി. മാറിടത്തിലേക്ക് വകഞ്ഞ് വലിച്ചിട്ട പനങ്കുല പോലുള്ള മുടി. എന്നെ മനസ്സിലായോ? യുവതി ചോദിച്ചു. ഇല്ല എന്നർത്ഥത്തിൽ നവ്യ തലയിളക്കി. ഇങ്ങോട്ട് അടുത്തു വരുമെന്നേ. എന്താ ഇത്ര പരിഭ്രമം? അവൾ അത്രയും പറഞ്ഞ് കുലുങ്ങി ചിരിച്ചു. നവ്യ മെല്ലെ ജനവാതിലിന്റെ അടുത്തേക്ക് ചെന്നു. പുറത്തേക്ക് ഒന്ന് ഇറങ്ങി വരാമോ? നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാം. നിങ്ങൾ ആരാണ്? നവ്യ ധൈര്യത്തോടെ ചോദിച്ചു. നവ്യ കാണണമെന്ന് ആഗ്രഹിച്ചവൾ തന്നെ. എന്റെ തിരുമേനിയെ 2ാം നിലയിൽ വെച്ച് കണ്ടു അല്ലേ? നവ്യയുടെ നെറ്റി ചുളിഞ്ഞു. മുഖത്ത് ഭയം കത്തിപ്പടർന്നു. ഹൃദയം ശക്തിയായി ത്രസിച്ചു. അപ്പോൾ നീ? നവ്യ ഭയത്തോടെ അർദ്ധോക്തിയിൽ നിർത്തി. ദമ്പതി രക്ഷസ് ഞാൻ തന്നെ. നവ്യ ഞെട്ടിവരച്ചു. രക്ഷസ് പൊട്ടിച്ചിരിച്ചു. അവളുടെ കൂർത്ത കോമ്പലുകൾ നവ്യ ശരിക്കും കണ്ടു. അടിമുടി വിറകൊണ്ട നവ്യ പെട്ടെന്ന് തെന്നിമാറി ഭിത്തിയോട് ചേർന്ന് നിന്ന് കിതച്ചു. നീ പേടിക്കണ്ട, ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമായി. ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഇരയാണ് നീ. നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കില്ല. പകരം നീ ഞങ്ങളെ സഹായിക്കണം. നിന്നെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ തൃക്കണ്ണാപുരം മലയുടെ അടിത്തറ തോണ്ടും. ജനവാതിലിനപ്പുറം നിന്ന് പറയുന്ന രക്ഷസിന്റെ വാക്കുകൾ നവ്യ കേട്ടു. എങ്ങനെയെങ്കിലും ജനൽപ്പാളികൾ അടച്ച് കുറ്റിയിടണം. അല്ലെങ്കിൽ അവൾ വേഗം ജനവാതിലിന്റെ അടുത്തേക്ക് ചെന്നു. ആ കാഴ്ച കണ്ട് നവ്യയുടെ സപ്തനാഡികളും തളർന്നു. യുവതിയുടെ കഴുത്തിനു ചുറ്റും രക്തമൊഴുകുന്നു. നീ ചന്ദ്രയുടെ വലതു കൈയിലെ മന്ത്രച്ചരട് അഴിച്ചു മാറ്റണം. രക്ഷസ് നവ്യയെ തുറിച്ചു നോക്കി ഉഗ്രശാസന പുറപ്പെടുവിച്ചു. നോ നോ! ചന്ദ്ര അലറിക്കൊണ്ട് ജനൽവാതിൽ പാളി അടയ്ക്കാൻ പുറത്തേക്ക് കൈനീട്ടി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ദമ്പതി രക്ഷസ് നവ്യയുടെ കൈ പിടിച്ചു വലിച്ചു. സകല ശക്തിയും സംഭരിച്ച് കുതിരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അവർക്കിടയിൽ ജനവാതിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നവ്യയെ രക്ഷസ് കൊണ്ടുപോകുമായിരുന്നു. നവ്യ അലറിക്കരഞ്ഞു. കരച്ചിൽ കേട്ട് ചന്ദ്ര ഞെട്ടിയുണർന്നു. ജനവാതിലിന് സമീപത്തു നിന്നും തെറിച്ചു വീഴുന്ന നവ്യയെ കണ്ടുകൊണ്ടാണ് ചന്ദ്ര കണ്ണു തുറന്നത്. ചന്ദ്ര വേഗം എഴുന്നേറ്റു. നവ്യേ, എന്തു പറ്റി? ചന്ദ്ര അവളെ പിടിച്ചുലച്ചു. ഭയവും കിതപ്പും കാരണം നവ്യയ്ക്ക് വാക്കുകൾ കിട്ടിയില്ല. വേഗം ചെന്ന് ജനവാതിൽ അടച്ച ശേഷം ചന്ദ്ര നവ്യയുടെ അടുത്തെത്തി. വാതിലിന് പിറകിൽ മുട്ടുകേട്ടു. ചന്ദ്രമോളെ, വാതിൽ തുറക്ക്. രുദ്രൻ നമ്പൂതിരിയുടെ ശബ്ദമായിരുന്നു അത്. ചന്ദ്ര വാതിൽ തുറന്നു. എന്താ മോളെ ഇവിടെ? പരിഭ്രമത്തോടെ രുദ്രൻ നമ്പൂതിരി അകത്തേക്ക് കയറി വന്നു. വല്യമ്മാവാ, നവ്യ. അയ്യോ, ഈ കുട്ടി എന്താ വീണ് കിടക്കണേ? രുദ്രൻ നമ്പൂതിരി നവ്യയെ നോക്കി. നവ്യ ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ കണ്ടു, കഴുത്തിൽ രക്തമൊഴുകുന്ന ദമ്പതി രക്ഷസിനെ. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നവ്യ കിതപ്പോടെ പറഞ്ഞു. ഗുരുവായൂരപ്പാ.
രുദ്രൻ നമ്പൂതിരി നെഞ്ചത്തടിച്ച് കരഞ്ഞു. അപ്പോഴേക്കും ശങ്കരൻ നമ്പൂതിരിയും രാമൻ നായരും അവിടെ എത്തി. അന്നത്തെ രാത്രി തൃക്കണ്ണാപുരം മന ഉറങ്ങിയില്ല. ഇതേ സമയത്ത് കാളിയാട്ട തറവാട് മുറയിൽ ഗുരുതി നിറച്ച ഉരുളിയിലേക്ക് ശ്വാസം അടക്കി പിടിച്ച് ഇരിക്കുകയാണ് മാധവൻ നായർ. തൊട്ടടുത്ത് ഉത്കണ്ഠയോടെ ഗുരുതിയിലേക്ക് കണ്ടും നട്ട് ചന്തുവും ഇരിക്കുന്നുണ്ട്. തൃക്കണ്ണാപുരം മനയിൽ നടന്നതെല്ലാം അവർ ഗുരുതിയിൽ തെളിഞ്ഞു കണ്ടു. മാധവൻ നായർ ചന്തുവിനെ നോക്കി. ദമ്പതി രക്ഷസുകൾ ഉഗ്രകോപത്തിലാണല്ലോ. ചന്തു നടുക്കത്തോടെ അച്ഛന്റെ നേർക്ക് മുഖമുയർത്തി. അമർത്തി മൂളിയിട്ട് അയാൾ എഴുന്നേറ്റു. ഒപ്പം ചന്തുവും. ഈ ദമ്പതി രക്ഷസുകളെയല്ലേ നീ പറഞ്ഞത് ഉത്തമത്തിൽ ബന്ധിക്കണമെന്ന്? മാധവൻ നായർ മകനെ ചെറുതായൊന്ന് കളിയാക്കി. അതല്ലേ വിധി. അത്തരം വിധികൾക്കൊന്നും കീഴടങ്ങില്ല ഇവര്. പാവം, മനയിൽ പുതുതായി വന്ന ആ പെൺകുട്ടിയാണ് ഇനി ദമ്പതി രക്ഷസുകളുടെ തുറുപ്പുചീട്ട്. ഇനി എന്തു ചെയ്യും? ചന്തു പരിഭ്രമത്തോടെ അച്ഛനെ നോക്കി. പാതാളവാസികളുടെ മുഴുവൻ ശക്തിയും സംഭരിക്കണം. ചുടലിൽ വെച്ചുള്ള പൂജ. ഞാൻ അതിനൊരുങ്ങാണ്. ഏതാനും നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം മാധവൻ നായർ ചന്തുവിന്റെ നേർക്ക് തിരിഞ്ഞു. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു. നിനക്ക് ഓർമ്മയുണ്ടോ മാടത്ത് മൂപ്പിൽ നായരെ? ചന്തു ഓർമ്മച്ചെപ്പ് തുറന്നു. ചുണ്ടിൽ നേരിയ പുഞ്ചിരി. അച്ഛന്റെ ഗുരു? അതെ, മൂപ്പിൽ നായരെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഒപ്പം അവളും ഉണ്ടായിരുന്നു, ദേവു. ചന്തുവിന്റെ മുഖത്ത് മന്ദഹാസം വിരിഞ്ഞു. എന്നിട്ട് താല്പര്യത്തോടെ ചോദിച്ചു, ദേവു വലിയ പെൺകുട്ടി ആയിട്ടുണ്ടാവും. നല്ല കുട്ടി. നിന്റെ പേര് അവൾ നെഞ്ചകത്ത് ഒതുക്കി നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഗുരുവിന് നിന്റെ പേര് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളാ പറഞ്ഞത് ചന്തോട്ടൻ എന്ന്. അവിടുത്തെ ഒരു ചരിത്രം അവസാനിക്കാറായെന്ന് തോന്നുന്നു. അനന്തരാവകാശിയായി മൂപ്പിൽ നായർ സ്ഥാനം ഇല്ലല്ലോ. ഗുരുവിന് അതിൽ ദുഃഖമുണ്ട്. ദേവുവിനെ ഒരു നല്ല മാതൃകന് വിവാഹം ചെയ്തു കൊടുക്കണം. പാരമ്പര്യത്തിൽ തെറ്റിയിട്ട് മരുമകനെ മൂപ്പിൽ സ്ഥാനിയാക്കാനാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ചെറുപ്പത്തിലെ ചിത്രങ്ങൾ ഓർമ്മയിൽ മിന്നായം പോലെയാണ് തെളിയുന്നത്. പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലാണ് ആ വീട് തന്നെ. എനിക്ക് തോന്നുന്നു ജീവനിൽ കൊതിയുള്ള ആരും വിവാഹാലോചനയുമായി അവിടെ ചെല്ലില്ല. മകന്റെ വാക്കുകൾ കേട്ട് മാധവൻ നായർ ചിരിച്ചു. ഹാ, ഞാൻ ചുടയിലേക്ക് ഇറങ്ങുകയാണ്. വാതിലടച്ച് കിടന്നോളൂ. മാധവൻ നായർ അഴയിൽ തൂങ്ങുന്ന മുണ്ടെടുത്ത് കഴുത്തിലൂടെ മാറിലേക്ക് രണ്ടറ്റവും തൂക്കിയിട്ട് എണ്ണയും തിരിയും തീപ്പെട്ടിയും എടുത്ത് പുറത്തിറങ്ങി. ചന്തു വാതിലടച്ച് തഴുതിട്ട് തിരിഞ്ഞപ്പോൾ ഭിത്തിയിലെ ക്ലോക്ക് കണ്ണിൽ പെട്ടു. അപ്പോൾ സമയം പുലർച്ചെ 1 മണിയായിരുന്നു. ഉമ്മറത്ത് നിന്ന് മാധവൻ നായർ മുറ്റത്ത് 4 ഭാഗത്തേക്കും കണ്ണോടിച്ചു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. രക്തചാമുണ്ഡി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് വന്ന് അയാൾ തൊഴുതു. ചെരാതിൽ എണ്ണയും തിരിയും വെച്ച് വിളക്ക് തെളിയിച്ചു. തലയ്ക്ക് മീതെ തൂങ്ങി നിന്ന ഓട്ടുമണിയുടെ നാക്ക് ചലിപ്പിച്ച് മാധവൻ നായർ ശ്രീകോവിലിന്റെ വാതിൽ തള്ളി തുറന്നു. സന്ധ്യയ്ക്ക് കൊളുത്തിയ വിളക്ക് ഇനിയും അണഞ്ഞിട്ടില്ല. മാധവൻ നായർ ശ്രീകോവിലിനകത്തേക്ക് കയറി. അമ്മേ രക്തചാമുണ്ടേശ്വരി. മാധവൻ നായർ വിഗ്രഹത്തിന് നേർക്ക് കൈകൂപ്പിയ ശേഷം ചമ്രം പടിഞ്ഞിരുന്നു. കണ്ണു ചിമ്മി ഏതാനും നിമിഷം ധ്യാനത്തിലായി. ഇടതു കണ്ണ് തുറന്ന് വിഗ്രഹത്തെ നോക്കി. ഭൂമിയിലും ആകാശത്തിലും പാതാളത്തിലും നന്മ വിളങ്ങാനും അധർമ്മത്തെ ഉന്മൂലനം ചെയ്യാനും അവതരിച്ച സർവേശ്വരി. ഘോരരൂപികളും പ്രതികാരദാഹികളുമായ ദമ്പതി രക്ഷസുകളെ ആവാഹിച്ച് ബന്ധിച്ച് സമാപ്തമാക്കാൻ അടിയൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആകാശത്തോളം ഉയരാനും കടലുകണക്കെ വികസിക്കാനും ദർശന ശക്തിയിൽ ഭസ്മീകരിക്കാനും ശക്തിയുള്ള അവരെ സമാപ്തമാക്കാനുള്ള പാതാളവാസികളുടെ ശക്തി സംഭരിക്കാൻ അടിയൻ ചുടലിയിലേക്ക് പുറപ്പെടുകയാണ്. അനുഗ്രഹിച്ചാലും. മാധവൻ നായർ തൊഴുകയോടെ മുഖം കുനിച്ചു. എഴുന്നേറ്റ് വിഗ്രഹത്തിന് സമീപം വെച്ച ശൂലം ഒരു കൈയിലേന്തി മുകളിലേക്ക് നോക്കി കൈ ഉയർത്തി ഒരു ഭാണ്ഡമെടുത്ത് ചുമലിലും വച്ച ശേഷം തൊഴുതു പുറത്തിറങ്ങി. ശ്രീകോവിൽ നടയടച്ച് നേരെ കിഴക്കോട്ട് നടന്നു. അയാൾ പാടവനപ്പത്താണ് നടത്തം നിർത്തിയത്. വിശാലമായ വയൽ. വെളിപ്പാട് ദൂരത്ത് പോലും ആൾതാമസമില്ല. ഉഴുതു മറിച്ചിട്ട ഉണങ്ങി തരിച്ച പാടശേഖരം നിലാവിന്റെ വെളിച്ചത്തിൽ വ്യക്തമായി കാണാം. വയലിന്റെ മധ്യഭാഗത്താണ് ചുടല. 2 ഏക്കറയോളം വിസ്തീർണമുള്ള ചുടലപ്പറമ്പ് പാടത്തിന്റെ ഭൂവിധാനത്തിൽ നിന്നും 6 അടി ഉയരത്തിലാണ്. വയലിന്റെ മധ്യയുള്ള വരമ്പിലൂടെ മാധവൻ നായർ ചുടലപ്പറമ്പ് ലക്ഷ്യമാക്കി നടന്നു. നായ്ക്കളുടെയും കുറുനരികളുടെയും ഓരിയിടൽ. അയാൾ അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. മനസ്സ് മുഴുവൻ ദമ്പതി രക്ഷസുകളോടുള്ള പ്രതികാരമായിരുന്നു.
ചുടലപ്പറമ്പിന്റെ വക്കത്ത് നിന്ന മാധവൻ നായർ ചുറ്റും നോക്കി. ഒരു നിമിഷം മിഴിചിമ്മി പ്രാർത്ഥിച്ചു. പിന്നെ ചുടലപ്പറമ്പിലേക്ക് വലതുകാൽ വച്ചു. കത്തുന്ന മാംസത്തിന്റെ രൂക്ഷഗന്ധം പരന്ന ചുടലപ്പറമ്പ്. മാധവൻ നായർ ചുടലയിൽ കടന്ന് 4 ഭാഗവും കണ്ണോടിച്ചു. വലതുഭാഗത്ത് ഈന്തപ്പനയ്ക്കരികിൽ എരിയുന്ന ചിത. അയാൾ മെല്ലെ അങ്ങോട്ട് നടന്നു. ചൂളക്കി വെച്ചതാണ്. ഏതാണ്ടൊക്കെ കത്തി തീർന്നിരിക്കുന്നു. മാധവൻ നായർ എരിയുന്ന അഗ്നിയിലേക്ക് നോക്കി. മരിച്ചയാളുടെ കൈ വിറകുപോലെ കത്തുന്നത് കണ്ടു. ചിതയിൽ നിന്നും നോട്ടം പറിച്ചെടുത്തു. ചുടലപ്പറമ്പിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തതിന്റെ നിരവധി മൺകൂനകൾ, പഴയതും പുതിയതുമുണ്ട്. ഒരു മൺകൂനയുടെ വടക്കേ തലപ്പത്ത് മൺകുടം മുടച്ചതിന്റെ അവശിഷ്ടങ്ങൾ. സംസ്കരിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അഴുകാത്ത ജഡം കിടക്കുന്ന മൺകൂന. തേടിയത് കണ്ടെത്തിയ സന്തോഷത്തിൽ മാധവൻ നായർ മന്ദഹസിച്ചു. ഭാണ്ഡം നിലത്ത് വെച്ചു. ഗുരുകാരണവന്മാരെയും ഉപാസനാമൂർത്തിയെയും മനസ്സിൽ ധ്യാനിച്ച് ശവക്കൂനയുടെ പാദഭാഗത്ത് ശൂലം ആഞ്ഞു തറച്ചു. കിഴക്കോട്ട് അഭിമുഖമായി ചമ്രം പടിഞ്ഞിരുന്ന മാധവൻ നായർ ഭാണ്ഡം തുറന്ന് പുറത്തെടുത്തത് 2 തലയോട്ടികൾ. വാഴയിലയും പുഷ്പവും ചെറിയ നിലവിളക്കുമെല്ലാം എടുത്തു. മൺകൂനയുടെ താഴെ തലയോട്ടികൾ അഭിമുഖമായി വെച്ച് വിളക്കു തെളിയിച്ചു. പാതാളവാസികളെ പ്രീതിപ്പെടുത്തി ശക്തി സംഭരിക്കാനുള്ള പൂജ തുടങ്ങി. ഒരു നുള്ള പുഷ്പമെടുത്ത് 2 കൈയിലും പകുത്തു പിടിച്ച് മിഴി ചിമ്മി ധ്യാനനിരതനായ ശേഷം ഭക്ത്യാദരവോടെ ഒരു തലയോട്ടിയിൽ സമർപ്പിച്ചു. പിന്നെയും പുഷ്പമെടുത്ത് മിഴി ചിമ്മി പ്രാർത്ഥിക്കുന്നതിനിടയിൽ അത് സംഭവിച്ചു. പൂജ നടത്തുന്നതിന്റെ 7 അടി അകലത്തിൽ ഒരു കടവാവൽ പറന്നു വന്നിരുന്നു. ഉടനെ അത് രൂപപരിണാമം പ്രാപിച്ച് ഒരു യുവതിയായി. പനങ്കുല പോലെ തൂങ്ങിക്കിടക്കുന്ന തലമുടിയും ബ്ലൗസിന് താഴെ മുലക്കച്ച കണക്കെ 2ആം മുണ്ടും പാദത്തിന്റെ ഞെരിയാണി വരെ മുണ്ടുമുടുത്ത യുവതി. മാധവൻ നായരെ അവൾ കോപത്തോടെ ഉറ്റുനോക്കി. ഈ സംഭവം അറിയാതെ മാധവൻ നായർ കയ്യിലെ പുഷ്പം 2ാമത്തെ തലയോട്ടിയിലും സമർപ്പിച്ചു. ഇത് കണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ചിരിയുടെ ശബ്ദം കേട്ട് മാധവൻ നായർ മുഖമുയർത്തി. ദമ്പതി രക്ഷസ്, അയാൾ തെല്ലി ഭീതിയോടെ മന്ത്രിച്ചു. പൂജ മുടക്കാനാണ് അവൾ എത്തിയിരിക്കുന്നത്. മാധവൻ നായർ അവളുടെ സാന്നിധ്യം അവഗണിച്ച് പൂജ തുടർന്നു. ദമ്പതി രക്ഷസിന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു. ഉഗ്രശ്വാസോച്ഛ്വാസത്തോടെ അവൾ മാധവൻ നായരെ തുറിച്ചു നോക്കി. അവളുടെ വിടർന്ന ചുണ്ടുകൾക്കിടയിൽ കോമ്പല്ലുകൾ നീണ്ടു വളഞ്ഞ് പുറത്തേക്ക് തെറിച്ചു നിന്നു. അക്രമാസക്ത ഭാവത്തിൽ പരിസരം പരതിയ രക്ഷസ് ഒരു ശവക്കൂനയുടെ മുകളിൽ കണ്ട വലിയ കല്ല് കുനിഞ്ഞെടുത്തു. അതുമായി അവൾ വലുതായി. മാനം മുട്ട ഉയരത്തിൽ അവൾ പൊട്ടിച്ചിരിച്ചു. ആ ചിരി ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ ഉച്ചത്തിലായിരുന്നു. മാധവൻ നായരെ, പൂജ നിർത്തി തിരിച്ചു പോയില്ലെങ്കിൽ വെട്ടുകളുടെ ശിരസിൽ വീണ് നീ തല വിളർന്ന് ഈ ചുടലപ്പറമ്പിൽ പിടഞ്ഞു മരിക്കും. രക്ഷസിന്റെ ഗർജനം കേട്ട് ഏകാഗ്രത നശിച്ചെങ്കിലും മാധവൻ നായർ അത് കേട്ടതായി ഭാവിച്ചില്ല. ഇതോടെ ദമ്പതി രക്ഷസിന്റെ കോപം ഇരട്ടിയായി. അവൾ കല്ല് മാധവൻ നായരുടെ തലയ്ക്ക് മീതെ എറിഞ്ഞ് പൊട്ടിച്ചിരിച്ചു. കല്ല് കൊടുങ്കാറ്റിന്റെ വേഗതയിൽ തന്റെ തല വിളർക്കാൻ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മാധവൻ നായർ മന്ദഹസിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വെട്ടുകല്ല് അന്തരീക്ഷത്തിൽ പൊട്ടിച്ചിതറി. പരാജയ ഭീതിയിൽ അവൾ അട്ടഹസിച്ചു. അതിനുശേഷം ചിതയിലേക്ക് നോക്കിയിട്ട് വലതുകൈ നീട്ടി. അടുത്ത നിമിഷം എരിയുന്ന ചിത ഒന്നിളകി. കത്തിക്കൊണ്ടിരുന്ന ഒരു മരക്കഷ്ണം വായുവിൽ ഉയർന്ന് അവളുടെ വലതുകൈയിൽ വന്നിരുന്നു. ആ മരക്കഷ്ണം അവൾ മാധവൻ നായരുടെ നേർക്ക് ഒരു ഏറ്. കത്തുന്ന പന്തം കണക്കെ അത് മാധവൻ നായരുടെ ശിരസ് ലക്ഷ്യമാക്കി കുതിച്ചു. പെട്ടെന്ന് മരക്കഷ്ണം നിശ്ചലമായി, പിന്നെ അപ്രത്യക്ഷമായി. മാധവൻ നായർ കണ്ണു തുറന്ന് രക്ഷസിനെ നോക്കി. ഏകാഗ്രതയ്ക്ക് ഭംഗം വരുത്തി എന്റെ പൂജ മുടക്കിയ നീ അനുഭവിക്കും, അയാൾ ആക്രോശിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ ചെറുതായി. സാധാരണ വലിപ്പമെത്തി. മാധവൻ നായരെ, നീ നരകയാതന അനുഭവിക്കാനിരിക്കുകയാണ്. ഒരിക്കലും നിനക്ക് ഞങ്ങളെ ബന്ധിക്കാൻ കഴിയില്ല. അവളും തുല്യ ശബ്ദത്തിൽ ഗർജിച്ചു. കാളിയാട്ട മാധവനാണെങ്കിൽ നിങ്ങളെ സമാപ്തരാക്കും. അത് നിന്റെ നടക്കാത്ത സ്വപ്നം. അതിനു മുമ്പ് തകർക്കും ഞങ്ങൾ കാളിയാട്ട മാധവനെ. മാധവൻ നായർ കോപം കൊണ്ട് ജ്വലിച്ചു. ഈ നിമിഷം നിന്നെ സമാപ്തമാക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ നിന്നെ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. നിന്നെ കയറൂരി വിട്ട് അദർശനായി നിൽക്കുന്ന നിന്റെ ഭർത്താവിനെ കൂടി വേണം. മാധവൻ നായർ അവളുടെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ഞങ്ങളെ ഉന്മൂലനം ചെയ്യാൻ
തന്ത്രം നടത്തി നേരം കളയാതെ പേടിക്കും കണ്ണേറിനും മന്ത്രം ജപിച്ച് ചരട് കെട്ടിക്കൊടുത്ത് ജീവിക്കാൻ നോക്ക്. മാധവൻ നായർ അടിമുടി വിറകൊണ്ടു. നൂറ്റാണ്ടുകളായി തലമുറകൾ കൈമാറിയ മാന്ത്രിക പാരമ്പര്യത്തെയാണ് ദമ്പതി രക്ഷസ് ഇകഴ്ത്തിയിരിക്കുന്നത്. എന്റെ പൂജ തടഞ്ഞ് നീ അടങ്ങുവെങ്കിൽ ഇതാ നിന്നെ ഞാൻ ചുടലപ്പറമ്പിൽ നിന്നും തുരത്തുകയായി. എങ്കിൽ കാണട്ടെ നിന്റെ മന്ത്രശക്തി. ദമ്പതി രക്ഷസ് അലറി. ഇലയിലെ ഒരു പുഷ്പമെടുത്ത് മന്ത്രം ജപിച്ച് മാധവൻ നായർ അവളുടെ നേർക്ക് എറിഞ്ഞു. അത് ഒരു അസ്ത്രരൂപം കൊണ്ട് ദമ്പതി രക്ഷസിന്റെ നേർക്ക് കുതിച്ചു. അത് കണ്ട് ഭയപ്പെട്ട അവൾ അടുത്ത നിമിഷം അപ്രത്യക്ഷയായി. പിന്നെ മറ്റൊരു ശവക്കൂനയുടെ അരികിൽ പ്രത്യക്ഷപ്പെട്ട് ദമ്പതി രക്ഷസ് പൊട്ടിച്ചിരിച്ചു. തനിക്ക് മന്ത്രങ്ങൾ പിഴയ്ക്കുന്നുവോ എന്ന് മാധവൻ നായർ സംശയിച്ചു. അയാളുടെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാൻ അറിയാം ഈ മാധവൻ നായർക്ക്. നോക്കിക്കോ എന്റെ മന്ത്രസിദ്ധി. അങ്ങനെ പറഞ്ഞ് മാധവൻ നായർ അല്പനേരം മിഴിചിമ്മി പ്രാർത്ഥിച്ച ശേഷം കണ്ണു തുറന്നു. 4-5 ശവക്കൂനകളിലേക്ക് മാറി മാറി നോക്കി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ശവക്കൂനകൾ ഒന്നിളകി. ഭൂമി പിളരുന്നത് പോലെ മൺകൂനകൾ പിളർന്നു. അതിനകത്ത് ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ ഉറക്കമുണർന്നതുപോലെ എഴുന്നേറ്റിരുന്നു. ഈ രംഗം കണ്ട് ദമ്പതി രക്ഷസ് നടുങ്ങി. അവൾ ഉഗ്ര ശ്വാസോച്ഛ്വാസത്തോടെ നോക്കി നിന്നു. മൺകൂന പിളർന്ന് പ്രത്യക്ഷപ്പെട്ട ചീഞ്ഞളിഞ്ഞ ജഡങ്ങളുടെ മാംസമെല്ലാം അഴുകിയിരുന്നു. ചിലതിന് കണ്ണില്ല. വേറെ ചിലതിന്റെ കണ്ണുകൾ മുഖത്തേക്ക് ഒലിച്ചു തൂങ്ങിയിരുന്നു. മാധവൻ നായർ വികൃത രൂപങ്ങളെ നോക്കിയിട്ട് രക്ഷസിനെ ആക്രമിക്കാൻ ആംഗ്യം കാണിച്ചു. അവ എഴുന്നേറ്റ് ദമ്പതി രക്ഷസിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. പരാജയ ഭീതിയിൽ അലറിക്കരഞ്ഞ് ദമ്പതി രക്ഷസ് അപ്രത്യക്ഷമായി. ജഡങ്ങൾ അതാത് മൺകൂനയുടെ പിളർപ്പുകളിൽ ഇരുന്ന ശേഷം നീണ്ടു നിവർന്ന് കിടന്നു. മൺകൂനകൾ പഴയ രൂപം പ്രാപിച്ചു. ദമ്പതി രക്ഷസിന്റെ സാന്നിധ്യ നിമിത്തം പൂജ മുടങ്ങി. സൂര്യോദയത്തിനു മുമ്പ് അവസാനിപ്പിക്കേണ്ട പൂജയാണ്. ഇനി അതിന് കഴിയില്ല. മാധവൻ നായർ നിരാശയോടെ പൂജ അവസാനിപ്പിച്ച് മടക്കയാത്രയ്ക്കൊരുങ്ങി. നിൽക്ക് മാധവ. ശബ്ദം കേട്ട് മാധവൻ നായർ നിന്നു. തിരിഞ്ഞു നോക്കി. ആരെയും കണ്ടില്ല. അശരീരിയാണ്. ആരാ? മാധവൻ നായർ 4 ഭാഗവും നോക്കി ഉറക്കെ ചോദിച്ചു. കാളിയാട്ടെ ശങ്കുണ്ണി, നിന്റെ വല്യമാവൻ. അന്തരീക്ഷത്തിൽ ഉയർന്ന ശാന്തഗംഭീര മറുപടി. കാളിയാട്ടെ തറവാട്ടിൽ ശങ്കുണ്ണി എന്നു പേരായ മഹാമാതൃകൻ ജീവിച്ചിരുന്നതായി അച്ഛൻ പറഞ്ഞിരുന്നത് മാധവൻ നായർ ഓർത്തു. വല്യമാവ, അങ്ങയെ മാംസചക്ഷസുകളോടെ കാണാനാവുമോ? കഴിയില്ല. മരണാനന്തരം അരൂപിയാണ് ഞാൻ. കേട്ടറിവ് മാത്രമുള്ള ഒരു വല്യമ്മാവൻ ഇപ്പോൾ അശരീരമായി എത്തിയത് എന്തിനാണ്? മാധവൻ നായർ സംശയിച്ചു. നിനക്ക് വലിയൊരാപത്ത് വരാനിരിക്കുന്നു. അശരീരി കേട്ട് മാധവൻ നായർ ഞെട്ടി. ആപത്തോ? എന്തിന്? അയാൾ ഭയന്നു. നീയ് വേദനിപ്പിച്ചു വിട്ടത് ഇറ്റുപാമ്പുകളെയാണ്, ദമ്പതി രക്ഷസുകളെ. അവരെ ബന്ധിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലെന്നിരിക്കട്ടെ, പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ദമ്പതി രക്ഷസുകൾ കൊല്ലും നിന്നെ. രക്തചാമുണ്ടേശ്വരി! മാധവൻ നായർ ഭയപ്പെട്ടു. കാളിയാട്ടെ തറവാട്ടു പാരമ്പര്യത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല ദുഷ്ടശക്തികളെ കൊണ്ട് ഒരപമൃത്യു. അത് കേട്ട് മാധവൻ നായർ പരിഭ്രമിച്ചു. മുഖത്ത് വിയർപ്പു കണങ്ങൾ ഉരുണ്ടുകൂടി. തറവാട്ടിൽ അപമൃത്യു ഉണ്ടാവരുത്. അതിന് എന്താണ് ഒരു പോംവഴി? പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. മാധവൻ നായർ കാതു കൂർപ്പിച്ചു. അശരീരി ഉപദേശമായി ഉയർന്നു. അർദ്ധരാത്രിയോടെ ഉപാസനാമൂർത്തി ക്ഷേത്രം തുറക്കുക. ശ്രീകോവിലിനകത്ത് വടക്ക് കിഴക്ക് ഭാഗത്തെ തറയിൽ സിമന്റ് തേച്ച് ഉറപ്പിക്കാത്ത പരന്ന ഇഷ്ടിക എടുത്തു മാറ്റിയാൽ ഒരു തുരങ്കമാണ്. അതിനകത്ത് ഇറങ്ങിച്ചെന്നാൽ കിട്ടും ഒരു രുദ്രാക്ഷമാല. തറവാട്ടിൽ അപമൃത്യു തടുക്കാൻ 600 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുത്തച്ഛനാണ് ഈ മാല ധരിച്ചിരുന്നത്. തലമുറയിലെ ഏതെങ്കിലും കണ്ണിക്ക് പ്രയോജനപ്പെടുത്താൻ സൂക്ഷിച്ചു വെച്ചതാണ്. മാല കഴുത്തിലണിഞ്ഞ് കർമ്മം ചെയ്യാവൂ. ദമ്പതി രക്ഷസുകളെ ബന്ധിച്ചു കഴിഞ്ഞാൽ മാല യഥാസ്ഥാനത്ത് തിരിച്ചു വെക്കണം. ഉവ്. മാധവൻ നായരുടെ ഖണ്ഡമിടറി.
അങ്ങനെ രുദ്രാക്ഷമാല എടുത്തു തരുന്നതും തിരികെ വെക്കുന്നതും ആത്മശുദ്ധിയുള്ള ഒരു അവിവാഹിതനായിരിക്കണം. ചന്തു. അതെ, ചന്തു യോഗ്യൻ തന്നെ. ഒരു കാര്യം കൂടി കേൾക്ക നീ. രുദ്രാക്ഷമാല നഷ്ടപ്പെടുകയോ ചിതറിപ്പോവുകയോ ചെയ്താൽ ഫലം വിപരീതമായിരിക്കും. തീർച്ചയായും ഉപദേശിച്ചതുപോലെ ഒക്കെ ചെയ്തോളാം, മാധവൻ നായർ പറഞ്ഞു. പറയേണ്ടതെല്ലാം പറഞ്ഞു. ഇനിയെല്ലാം യുക്തം പോലെ. അശരീരി നിലച്ചു. മാധവൻ നായർ വീട്ടിലേക്ക് മടങ്ങി. രക്തചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പുറത്തിറങ്ങിയ ചന്തു കണ്ടു. പുറത്ത് തൊഴുകയോടെ നിൽക്കുന്ന അച്ഛനെ. മാധവൻ നായർ കണ്ണു തുറന്ന് മകനെ നോക്കി. അച്ഛന്റെ മുഖം വല്ലാതെ ഇരിക്കണു. ചന്തു സംശയത്തോടെ അച്ഛന്റെ നേർക്ക് മുഖമുയർത്തി. അതിന് മറുപടി ഒന്നും പറയാതെ അയാൾ മുറ്റത്തേക്ക് നടന്നു. ശ്രീകോവിലിന്റെ നടയടച്ച് ചന്തു മാധവൻ നായരുടെ പിന്നാലെ കൂടി. പൂജ മുടക്കി ദമ്പതി രക്ഷസ്, മാധവൻ നായർ പരാജയ വേദനയോടെ പറഞ്ഞു. ചന്തു മൂളി. അവർ ഉമ്മറത്തേക്ക് കയറുമ്പോൾ മാധവൻ നായർ ചന്തുവിന്റെ നേരെ തിരിഞ്ഞു നിന്നു. നിന്നോട് ചിലതൊക്കെ പറയാനുണ്ട്, ഞാൻ കുളി കഴിഞ്ഞെത്താം. മാധവൻ നായർ അകത്തേക്ക് പോയി. ചന്തു ഉമ്മറത്തിണ്ടയിലിരുന്നു. അയാളുടെ കണ്ണുകൾ ഉമ്മറ ഭിത്തിയിലെ പഴയ ഒരു എണ്ണച്ചായ ചിത്രത്തിലേക്ക്. പണ്ടെങ്ങോ കാളിയാട്ട് തറവാട്ടിൽ ജീവിച്ചിരുന്ന ഒരു കാരണവരുടെ ചിത്രം. ആരോ മുറ്റത്തേക്ക് കയറിയതായി തോന്നി ചന്തുവിന്. മുഖമുയർത്തി നോക്കി. തൃക്കണ്ണാപുരം മനയിലെ കാര്യസ്ഥൻ രാമൻ നായരാണ്. അയാളെ മുൻപ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് ചന്തുവിന് മനസ്സിലായില്ല. രാമൻ നായർ ഉമ്മറത്തിണ്ണയോളം വന്നു നിന്നു. ആരാ? ചന്തു ചോദിച്ചു. മാധവൻ നായരില്ലേ? രാമൻ നായർ ചന്തുവിനെ നോക്കി. ഉവല്ലോ, ആരാണെന്ന് പറയാത്തതെന്ത്? തൃക്കണാപുരം മനയിലെ കാര്യക്കാരനാണ് രാമൻ നായര്. കയറിയിരിക്കൂ, അച്ഛനിപ്പോ എത്തും. ചന്തു ക്ഷണിച്ചു. രാമൻ നായർ ഉമ്മറത്തിണ്ണയിൽ കയറിയിരുന്നു. 2 തവണ വന്നപ്പോഴും കാണാതിരുന്നോണ്ട് ചോദിക്കാണ്, ആരാ? രാമൻ നായർ ചന്തുവിന്റെ നേരെ മുഖമുയർത്തി. ചന്തു, മാധവൻ നായരുടെ മകൻ. അയാൾ ചന്തുവിനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴേക്കും മാധവൻ നായർ ഉമ്മറത്തേക്ക് വന്നു. രാമൻ നായര് മധ്യാഹ്നത്തിന് മുമ്പ് ഇങ്ങോട്ട് എത്തുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ പറഞ്ഞ് മാധവൻ നായർ ചാരുകസേരയിൽ ഇരുന്നു. രാമൻ നായരുടെ മുഖം ദുഃഖം കൊണ്ട് ഘനീഭവിച്ചു. കണ്ണുകളിൽ നനവ് പരന്നു. അയാൾ മാധവൻ നായരുടെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി. മാധവൻ നായർ കൈ ഉയർത്തി. വിസ്തരിക്കണ്ട, അയാൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്നിട്ട് തുടർന്നു, തൃക്കണാപുരം മനയിൽ നടക്കുന്നതൊക്കെ അതാത് സമയം ഞാൻ അറിയുന്നുണ്ട്. ഇന്നലെ സംഭവിച്ചതും കണ്ടിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയില്ലാതായി. രാമൻ നായർ നിസ്സഹായതയോടെ പറഞ്ഞു. നവ്യ, പച്ച പരിഷ്കാരിയായ ആ പെൺകുട്ടി മന്ത്രച്ചരട് കെട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, അവളെ ദമ്പതി രക്ഷസുകള് കൊല്ലില്ല, പക്ഷേ ഉപയോഗപ്പെടുത്തും. അതിനാൽ നവ്യോടൊപ്പം ഒരു കണ്ണു വേണം. ഉവ്, വലിയ നമ്പൂതിരി അക്കാര്യം പറഞ്ഞിരിക്കുന്നു. ഇനി എത്ര നാള് തീ തിന്ന് ജീവിക്കണാവൂ? പേടിക്കേണ്ട രാമൻ നായരെ, ദമ്പതി രക്ഷസുകളുടെ നാളുകൾ എണ്ണപ്പെട്ടു. അടുത്ത തിങ്കളാഴ്ച സന്ധ്യയോടെ ഞാൻ അങ്ങെത്തും. ചൊവ്വാഴ്ച ആവാഹനം കഴിഞ്ഞ് ദമ്പതി രക്ഷസുകളെ ബന്ധിക്കും. ബുധനാഴ്ച മുതൽക്ക് തൃക്കണാപുരം മനയില് ഒരു ശല്യവും ഉണ്ടാവില്ല. ആവൂ എന്റെ തൃപ്പങ്ങോട്ടപ്പാ. രാമൻ നായർ ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു. തിങ്കളാഴ്ച ചിലതൊക്കെ വാങ്ങി വെക്കണം. പറഞ്ഞാ മതിയോ? എഴുതി തരണോ? പറഞ്ഞാ മതി, ഓർമ്മിച്ചോളാം. കേട്ടോളൂ. 102 ആണി, ഒരു പറ ചുവന്ന പൂജാപുഷ്പങ്ങൾ, 2 പുതുമുണ്ട്, വലിയ തിരി 14, ചെറിയ തിരി 101, 4 വാഴയില, പൊടികള് വിധം 5, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്, പച്ച, നിലവിളക്കും എണ്ണയും തിരിയും. കോഴിയും റാക്കും വേണ്ട, എല്ലാം ഒരുക്കിക്കോളാം. ഈ വിവരം വേഗം മനയിൽ അറിയിക്കട്ടെ. രാമൻ നായർ എഴുന്നേറ്റു. ഒരു കാര്യം മറന്നു, 2 മൺകുടം കൂടി വേണം, മാധവൻ നായർ ഓർമ്മിപ്പിച്ചു. രാമൻ നായർ തലയിളക്കി. അയാൾ തിരിച്ചുപോയി. ചന്തുവേ. മാധവൻ നായർ മകന്റെ നേർക്ക് മുഖമുയർത്തി. ചന്തു അച്ഛനെ നോക്കി. ഇന്ന് അർദ്ധരാത്രി നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മാധവൻ നായർ തെല്ലിട നിർത്തിയിട്ട് തുടർന്നു. ഉപാസനാമൂർത്തിയുടെ ശ്രീകോവിലിന്റെ
വടക്ക് കിഴക്ക് ഭാഗത്ത് സിമന്റിൽ ഉറപ്പിക്കാത്ത ഇഷ്ടികയുണ്ട്. അത് തുറന്ന് അകത്ത് കടന്നാൽ കിട്ടും ഒരു രുദ്രാക്ഷമാല. 600 വർഷത്തിന് ശേഷം ആദ്യമായി നീ അത് എടുക്കണം. എന്നിട്ട് അച്ഛന് തരണം. ചന്തുവിന്റെ മുഖത്ത് അത്ഭുതം. ശ്രീകോവിൽ നിൽക്കുന്നത് നിലവറയുടെ മുകളിലാണോ? ചന്തു ചോദിച്ചു. ആയിരിക്കാം. അച്ഛന് കിട്ടിയ ഒരു അശരീരിയാണിത്. ആയിരത്താണ്ടുകളുടെ പാരമ്പര്യമുള്ള നമ്മുടെ തറവാട്ടിൽ നമ്മൾ അറിയാത്ത അനവധി രഹസ്യങ്ങളിൽ ഒന്നു മാത്രമാണിത്. രുദ്രാക്ഷമാല എന്തിനാണ്? ജീവരക്ഷയ്ക്ക്. ദമ്പതി രക്ഷസുകളെ നേരിടുന്നതിന് നിലവറയിലെ രുദ്രാക്ഷമാല അണിയേണ്ടത് അനിവാര്യം. വേണ്ട, ജീവമരണ പോരാട്ടത്തിനൊരുങ്ങി വെറുതെ എന്തിന് പൃഥ്വിയെ ചോദിച്ചു വാങ്ങണം? ദമ്പതി രക്ഷസ് ഇപ്പോ തൃക്കണാപുരം മനയുടെ മാത്രം ശത്രുവല്ല, എന്റെ കൂടി ശത്രുവാണ്. ഒഴിപ്പിക്കുന്ന കർമ്മത്തിൽ പിന്തിരിഞ്ഞാൽ പോലും അവരെന്നെ വെറുതെ വിടില്ല. എനിക്ക് പേടിയാവുന്നു, ചന്തു പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് അനുസരിക്കാൻ കഴിയില്ല അല്ലേ? നീയ് അച്ഛന്റെ മരണം ആഗ്രഹിക്കുന്നുവോ? അച്ഛാ, മനസ്സിൽ നിരൂപിക്കാത്ത കാര്യമാണ് പറയുന്നത്. എനിക്കെന്റെ അച്ഛനെ കണ്ടുകൊണ്ടിരിക്കണം എക്കാലവും. ചന്തു വിങ്ങിപ്പൊട്ടി. ആകെ മുങ്ങിയ അച്ഛന് ഇനി കുളിരില്ല മകനെ. പെട്ടെന്ന് ചന്തുവിന്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് മാധവൻ നായർ വികാരഭരിതനായി തുടർന്നു. ഞാനും ദമ്പതി രക്ഷസുകളും തമ്മിൽ യുദ്ധം കുറിച്ചു കഴിഞ്ഞു. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം. ഞാൻ ജയിക്കും. ദമ്പതി രക്ഷസുകളെ ഉന്മൂലനം ചെയ്യും. അതിനു കഴിഞ്ഞില്ലെങ്കിൽ... മാധവൻ നായർ എഴുന്നേറ്റു. പ്രക്ഷുബ്ധമായിരുന്നു അയാളുടെ മനസ്സ്. അയാളുടെ കണ്ണ് നിറഞ്ഞു. പിന്നെ മന്ത്രിക്കും മട്ടിൽ പറഞ്ഞു. ദമ്പതി രക്ഷസുകളെ തളയ്ക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ട ഈ അച്ഛനെ അവർ കൊന്നിരിക്കും. ചന്തുവിന്റെ മനസ്സിൽ വെള്ളിടി വെട്ടി. അവൻ അച്ഛനെ പരിഭ്രമത്തോടെ നോക്കി. അച്ഛൻ പിന്തിരിയുന്നില്ലെങ്കിൽ ജീവരക്ഷയ്ക്കായി എടുത്തു തരാം ആ രുദ്രാക്ഷമാല. മാധവൻ നായർ മകന്റെ നെറുകയിൽ തലോടി. പിന്നെ പറഞ്ഞു, എനിക്ക് ദുർമരണമാണ് സംഭവിക്കുന്നതെങ്കിൽ ഉണ്ണി നീ കേൾക്കണം. അച്ഛന്റെ പുലകുളി അടിയന്തരം കഴിക്കണം. കറുകത്തലപ്പത്ത് അച്ഛന് ബലിച്ചോറും വെക്കണം. പിന്നെ നിന്റെ നെഞ്ചകത്തിരിയേണ്ടത് പ്രതികാരമാണ്. ദമ്പതി രക്ഷസുകളോടുള്ള പ്രതികാരം. ഉത്തമ മാന്ത്രിക വിധിയുടെ താളിയോലക്കെട്ട് നീക്കിവെച്ച് അധമ മന്ത്രത്തിന്റെ താളിയോലക്കെട്ട് നെഞ്ചോട് ചേർക്കണം. എന്നിട്ട് സംഹാരഭാവത്തിൽ കുതിക്കണം നീ അച്ഛന്റെ ശൂലവും ഏന്തി. അധമ കർമ്മത്തിന്റെ അഗ്നികുണ്ഡ വലയത്തിൽ ദമ്പതി രക്ഷസുകളെ ശ്വാസം മുട്ടിക്കണം. തീർന്നില്ല. അവരെ മൂർച്ചയേറിയ ശൂലത്തിന്റെ മുനയിൽ കോർത്തെടുത്ത് ദമ്പതി രക്ഷസുകളെ അഗ്നിയിൽ ഹോമിക്കണം. എങ്കിൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. ചന്തു അത് കേട്ട് വിങ്ങിപ്പൊട്ടി. അച്ഛന്റെ ജീവിതത്തിലെ യാത്രാമൊഴിയായി തോന്നിയ ആ വരികൾ. ഇതൊന്നും കാണാനും കേൾക്കാനുമുള്ള കരുത്ത് എനിക്കില്ല. ചന്തുവിന്റെ കണ്ടമിടറി. ഒരു നിമിത്തമാവാം ഇതൊക്കെ. നിന്റെ ജാതകവിധി നടപ്പിലാവാനുള്ള നിയോഗം. അച്ഛന് അപായം പിടഞ്ഞാൽ എന്റെ കുട്ടിയുടെ രക്തം തിളയ്ക്കുമെന്ന്. മാധവൻ നായരുടെ വാക്കുകൾ ഗദ്ഗതം കൊണ്ട് ഇടയ്ക്കിടെ മുറിഞ്ഞു. ചന്തു അച്ഛന്റെ നെഞ്ചോട് തല ചേർത്ത് വിങ്ങിക്കരഞ്ഞു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.